ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ എങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടി സൂപ്പറാകാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇൻട്രോയിലേക്ക് പോകാം. ആദ്യം ലൈറ്റ്റൂം ആപ്പ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഓൺ ചെയ്യണം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ക്രോപ്പ് ചെയ്യാൻ പോകണം. ഈ ഫോട്ടോ കുറച്ച് ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചെറിയതായിട്ട് ക്രോപ്പ് ചെയ്യാം. ഇത്ര മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എക്സ്പോഷർ ഞാൻ ചെറിയതായിട്ട് കൂട്ടുന്നുണ്ട്, ഒരു 0.6 മതി, സോറി കേട്ടോ. എന്നിട്ട് കോൺട്രാസ്റ്റ് ചെറിയതായിട്ട് കൂട്ട് ഒരു 22. എന്നിട്ട് ഹൈലൈറ്റ്സ് ഒരു 4-6 ഒക്കെ ആക്കി ഇട്ടു. ഷാഡോസ് കൂട്ടുന്നുണ്ട്, പിന്നെ വൈറ്റ്സ് ഒക്കെ കൂട്ടുന്നു. ഈ ഫോട്ടോ നമ്മൾ ബ്രൈറ്റൻ ചെയ്യാൻ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ കൂട്ടിയിടുന്നതൊക്കെ. വൈറ്റ്സ് ബ്ലാക്കും കൂട്ടാം, കുറേ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് നേരെ കളർ സെക്ഷനിലേക്ക് പോവാം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. വൈറ്റ് കുറച്ച് കുറയ്ക്കേണ്ട ഞാൻ കളർ സെക്ഷനിലേക്ക് പോവാം. ബിഫോർ ആഫ്റ്റർ നോക്കി അത്യാവശ്യം നന്നായിട്ടുണ്ട്. കേവ്സിലാണെങ്കിൽ ഞാൻ ഒരു എസ് കേവ് ആണ് എപ്പോഴും ഇടുന്നത്. എസ് കേവ് എന്ന് വെച്ചാൽ നമ്മളപ്പോൾ എല്ലാം ഒരുമിച്ച് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഷാഡോസ് നന്നായിട്ട് കിട്ടും, ഹൈലൈറ്റ്സ് ഒക്കെ കിട്ടും. ഇനി കളർ പാനിലേക്ക് പോകാം നമുക്ക്. എന്നിട്ട് ഞാൻ ടെമ്പറേച്ചർ ചെറിയതായിട്ടൊന്ന് കൂട്ടുകയാണ് ചെയ്തത്. നമുക്കൊരു സണ്ണി ഡേ പോലത്തെ ലുക്ക് വേണം. പിന്നെ ടിൻറ്റ് ചെറിയതായിട്ട് കൂട്ടുന്നുണ്ട്. വൈബ്രൻസ് കാര്യം ഞാനിപ്പോൾ നോക്കുന്നില്ല. നമ്മളാദ്യം മിക്സിയിലേക്കാണ് പോകുന്നത്. മിക്സി പോയിട്ട് ഹ്യൂ കൂട്ടും, റെഡിൻ്റെ ഹ്യൂ കൂട്ടും, സാച്ചുറേഷൻ കൂട്ടുന്നുണ്ട്, ലൂമിനൻസ് സാച്ചുറേഷൻ കുറയ്ക്കുകയാണ്, ലൂമിനൻസ് കൂട്ടുന്നുണ്ട്, റെഡിൽ നമ്മൾ വീണ്ടും ഹ്യൂ കൂട്ടി ചെറിയതായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം. സാച്ചുറേഷന് കുറച്ച് ചെറിയതായിട്ട് കൂട്ട്, പിന്നെ ലൂമിനൻസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെച്ചാൽ ഓറഞ്ച് സെക്ഷൻ വേണമെങ്കിൽ നമുക്കിത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓറഞ്ച് ചെയ്ത് നോക്കി നമ്മളിത് കൂട്ടുകയാണെങ്കിൽ ഗ്രീൻ കളറാവും. കണ്ട ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറാവും. പക്ഷേ നമുക്ക് അങ്ങനെ കണ്ട നമ്മുടെ ഫോട്ടോയുടെ കറക്റ്റ് ലുക്ക് പോവും. നമുക്കത് സാധാ കളർ തന്നെ മതി. നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിടാം, ഹ്യൂ കൂട്ടും, സാച്ചുറേഷൻ കൂട്ടിയിടാം. നമുക്ക് അന്നേരം നല്ല കളറൊക്കെ നല്ല സൂപ്പറായിട്ട് വരും. ലൂമിനൻസ് കൂട്ടിയിടണം. നമുക്ക് നല്ല വെളിച്ചത്തിൻ്റെ ഒരു സ്ഥലമാണ്. ചെറിയതായിട്ടൊന്ന് കൂട്ടി, കുറേ വെളിച്ച ഷോക്കും. ബിഫോർ ആഫ്റ്റർ നോക്കി കളറായില്ലേ, സൂപ്പറായില്ലേ. പിന്നെ നമുക്ക് ബ്ലൂ സെക്ഷൻ, പേർപ്പിൾ, നമ്മുടെ കൈയിൻ്റെ ഭാഗത്ത് കുറച്ച് കളർ വേണം. നമുക്ക് ചെറിയതായിട്ട് നല്ല കൈയൊക്കെ നല്ല സൂപ്പറായിട്ട് വേണം. ബിഫോർ ആഫ്റ്റർ നോക്കിയപ്പോൾ ഇനി നമുക്ക് സ്പ്ലിറ്റ് ടോണിൽ വലിയ കാര്യമായിട്ട് ചെയ്യില്ല. നമുക്ക് ടെക്സ്ചറും ക്ലാരിറ്റി നമ്മൾ കുറച്ചൊക്കെ കൂട്ടിയിടാം. അന്നേരം ഒരു കറക്റ്റിലൊക്കെ ഡീഹേസും കൂട്ടണം. വിന്നറ്റ് ഞാൻ നോക്കാറില്ല. അത് ഈ സാധനം എനിക്കത് അത്ര ഇഷ്ടമില്ല. നിങ്ങൾക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഗ്രെയിൻ വേണമെങ്കിൽ കൂട്ടാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ ഗ്രെയിനൊക്കെ ഉള്ളത് ഇഷ്ടമില്ല. നമുക്ക് കണ്ട് ഷാർപ്പണിങ് കൂട്ടി വെക്കാം. നോയ്സ് റിഡക്ഷൻ, സൈഡിലെ കുറച്ച് നോയ്സ് കാണാൻ പറ്റും നമുക്ക്. പിന്നെ കളർ നോയ്സും കൂട്ടി വെക്കാം. സ്മൂത്ത്നെസ് കുറച്ച് ഞാൻ കൂട്ടുന്നുണ്ട് അവസാനം. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ബിഫോർ ആഫ്റ്റർ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ്.